നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പാൻറ്റാണ്, നോർമൽ പാൻറ്റാണ്. ഇത് യൂണിഫോമിൻ്റെ പാൻറ്റാണ് കേട്ടോ. അപ്പോൾ പാൻറ്റിൻ്റെ ക്ലോത്ത് നമുക്ക് ഫുൾ ലെങ്ത്തായിട്ട് കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ക്ലോത്ത് 4ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊരു ബാൻഡ് മുകളിൽ വെച്ചിട്ട്, അതായത് ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ പാൻറ്റ് പൂർത്തിയാക്കുന്നത്. അപ്പോൾ അത് ആ ഒരു രീതിയാണ് ഇതിൽ കാണിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ലെങ്ത്ത് തന്നെയാണ് എടുക്കേണ്ടത്. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ മടക്ക് വശം കാണിച്ച് ഈ മടക്ക് വശം തായ് ഭാഗത്തേക്കായിട്ടാണ് വരേണ്ടത്. ഓപ്പൺ വശം അരഭാഗത്തേക്കും ആണ് വരേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് ലെങ്ത്താണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പം 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുത്തതിന് ശേഷം ടോട്ടൽ ലെങ്ത്ത് 28 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. അതിനോടൊരു 1/2 ഇഞ്ച് സീം അലവൻസും കൊടുക്കണം. 5 ഇഞ്ച് നമ്മൾ ബാൻഡിൻ്റെ ലെങ്ത്താണ്. അപ്പോൾ ആ 5 ഇഞ്ചാണ് നമ്മളിവിടെ മൈനസ് ചെയ്തിട്ട് 28 ഇഞ്ചസ് മാർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫുൾ ലെങ്ത്ത് നേരിട്ട് എടുക്കാൻ കഴിയാത്ത ക്ലോത്തിൽ നമുക്ക് ബാൻഡായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഇവിടെ മുകൾ വശമാണ് വരുന്നത്. ഇനി മുകൾ വശത്ത് നമ്മൾ ഹിപ്പിൻ്റെ ഭാഗം വരുന്നവിടെ 10.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ആ ഭാഗം നമുക്ക് അത്യാവശ്യം ലൂസ് വേണം, അതുകൊണ്ട് 10.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇത് ഇലാസ്റ്റിക് വരുന്ന പാൻറ്റാണ്. അവിടെ 10.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ക്രോച്ചറ്റ് ലെങ്ത്താണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 5 ഇഞ്ച് ബാൻഡിൻ്റെ ലെങ്ത്ത് മൈനസ് ചെയ്തിട്ട് വേണം ബാക്കി ലെങ്ത്താണ് നമ്മൾ മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ ക്രോച്ചറ്റ് ലെങ്ത്ത് 11.5 ഇഞ്ചാണ്. 11 ഇഞ്ചാണ് 1/2 ഇഞ്ച് സീം അലവൻസാണ്. അപ്പം 5 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ളതാണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് നമുക്കിതിൻ്റെ ക്രോച്ചറ്റിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. അപ്പം ഈ ലെങ്ത്ത് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഒരു 2.5 അങ്ങോട്ട് മാർക്ക് ചെയ്യാം. തടിയുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അതിൽ കൂടുതലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളൊന്നിങ്ങനെ ഒരു കർവ് ചെയ്തിട്ട് കൊടുക്കുക. അടുത്തതായിട്ട് പാൻറ്റിൻ്റെ റൗണ്ട് നമ്മൾ മാർക്ക് ചെയ്യുക. നമ്മൾ 1.5 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടില്ലേന്നോ, ആ ഭാഗത്തായിട്ട് റൗണ്ട് മാർക്ക് ചെയ്യുക. 6 ഇഞ്ചാണ് റൗണ്ട് വരുന്നത്. 1.5 സീം അലവൻസ് കൊടുക്കുക. എന്നിട്ട് ഈ പോയിന്റിൽ നിന്നും നമ്മൾ ഈ കർവ് ചെയ്തിട്ടുള്ള പോയിന്റിലേക്ക് ഷേപ്പ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക. ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഈ കട്ട് ചെയ്തിട്ട് സൈഡിൽ വരുന്ന പീസില്ലേ, അതാണ് നമ്മൾ ഇനി ബാൻഡിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ തായ്ഭാഗം മടക്ക് വശമായതുകൊണ്ട് തന്നെ നമുക്കിത് കത്രിക ഉള്ളിലിട്ടിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ബാൻഡ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ സൈഡിലുള്ള ഈ പീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബാൻഡ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഈ മടക്ക് വശം ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ ഇതിൻ്റെ ലെങ്ത്തും ഹിപ്പും ഒക്കെ എടുക്കുന്നത്. അപ്പം പിന്നെ നമ്മൾ പീസ് കൂട്ടി യോജിപ്പിക്കേണ്ടി വരില്ല ഇങ്ങനെ വരുമ്പോൾ. അതുകൊണ്ടാണ് മടക്ക് വശത്ത് തായ് ഭാഗം എടുക്കാമെന്ന് പറഞ്ഞത്. ഇതിന് ഫസ്റ്റ് നമ്മൾ ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് കൊടുത്തു. അതിന് ശേഷം ബാൻഡിൻ്റെ ലെങ്ത്തായ 5, ഒരു 1/2 ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ട് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്തു. ഇതേ ലെങ്ത്ത് നമ്മൾ ഇതേ ഒരു സൈഡിൽ മാർക്ക് ചെയ്യാം. എന്നിട്ടൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഹിപ്പിൻ്റെ ഭാഗമാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ മറ്റേതിൽ മാർക്ക് ചെയ്ത് അതുപോലെ തന്നെ 10.5 ഇഞ്ചിന് ഇതിലും മാർക്ക് ചെയ്തെടുക്കുക. ഇത് ഇലാസ്റ്റിക് ഉള്ളതുകൊണ്ടാണ് ഇതിന് 10.5 ഇഞ്ച് കൊടുത്തത്. ഇതിൻ്റെ ഹിപ്പ് റൗണ്ട് കറക്റ്റ് വരുന്നത് 30 ഇഞ്ചാണ്.
ഒരു 10 ഇഞ്ച് കൂടുതൽ കൊടുത്തിട്ട് 14 ഇഞ്ചസ്, അതിൽ 4/1 ഭാഗം ആണ് ഈ 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഇലാസ്റ്റിക് വരുന്നതുകൊണ്ട് കുറച്ച് ലൂസ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാം. കറക്റ്റ് കട്ട് ചെയ്തെടുത്ത് നമ്മളെ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇതാ ഇതുപോലെ 2 പീസായിട്ടാണ് കിട്ടുക. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഓരോ പീസായിട്ട് എടുത്തിട്ട് അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കുക. ഈ ഒരു പീസ് ഇതിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അടുത്തതായിട്ട് നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതൊന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം അതിൻ്റെ മുകളിലായിട്ട് ഒന്നും കൂടെ പ്രസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. താഴ്ഭാഗത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ 2 സ്റ്റിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ക്ലോത്ത് ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് ഇല്ലാതാവേ. എൻ്റെ മെഷീൻ എന്തോ ഒരു ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്, അതുകൊണ്ടാണ് സ്റ്റിച്ചൊന്നും ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുന്നത്. ഇതുപോലെ തന്നെ 2 പാൻറ്റിൻ്റെ 2 പാർട്ടും ഇങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് പാൻറ്റിൻ്റെ ഇതിൻ്റെ അടിഭാഗം നമ്മൾ 1.5 ഇഞ്ചാണല്ലോ സീം അലവൻസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 ഇഞ്ച് ആദ്യം മടക്കുക, എന്നിട്ട് 1 ഇഞ്ച് വീണ്ടും മടക്കുക. ഈ ഒരു രീതിയിൽ ഇത് താഴ്ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 2 കാലുകളും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് മടക്കുക. ഇത് മടക്കിയിട്ട് നമ്മൾ കോൺ പോലെ വരുന്ന വശം ഉണ്ടല്ലോ, താഴ്ഭാഗം മുതൽ താഴ്ഭാഗം 1.5 ഇഞ്ചാണ് സീം അലവൻസ് ഇട്ട്. അപ്പോൾ ആ 1.5 ഇഞ്ച് ഒഴിവാക്കി വിട്ടിട്ട് മുകളിലേക്ക് ആ കർവായ ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിൽ ഞാൻ വരച്ച് കാണിക്കുന്നുണ്ട്. അതുപോലെ മുകളിലെത്തുമ്പോൾ ഇതൊരു 1/2 ഇഞ്ചായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 കാലുകൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണേ. എന്നിട്ടിത് മറിച്ചിടുകയാണ് വേണ്ടത്. 2 പ്രാവശ്യമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് ഉറപ്പുണ്ടാവുക. രണ്ട് കാലുകളും നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മറിച്ചിടുകയാണ് നല്ല വശത്തേക്ക്. ഇനി ഇതിൻ്റെ ഈ കോർണർ ഉണ്ടല്ലോ, ഈ ഒരു കോർണർ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇനി അടുത്തത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കോർണർ ഭാഗം കറക്റ്റായിട്ട് രണ്ടും ഒപ്പം വെക്കുക. കോർണർ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് മുകളിൽ നിന്ന് തുടങ്ങിയിട്ട് ഒരു ഭാഗത്ത് ഒരറ്റത്തു നിന്ന് തുടങ്ങിയിട്ട് മറ്റേ അറ്റം വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു എൻഡിൽ വെച്ച് നിർത്തരുത് കേട്ടോ. ഒരറ്റം തുടങ്ങിയിട്ട് ഒരറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. വളയ്ക്കാനൊന്നും ചെയ്യണ്ട. ഈ ഒരു ഷേപ്പ് എന്താണോ അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അത് 2 പ്രാവശ്യമായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണേ.
നമ്മളിതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പാൻറ്റ് നമ്മൾ മറിച്ചിട്ടാൽ ഇതാ ഇതുപോലെ ഇരിക്കും. ഇനി ഇതിൻ്റെ ഹിപ്പ് ഭാഗം മാത്രമാണ് നമുക്കിനി സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഹിപ്പ് ഇലാസ്റ്റിക് ആണല്ലോ ഇടുന്നത്. ആദ്യം ഹിപ്പ് ഭാഗം നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഹിപ്പ് നമ്മൾ മടക്കി കൊടുക്കുക. ആദ്യം നമ്മൾ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ നമ്മളിവിടെ 2 ഇഞ്ചാണ് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആ 2 ഇഞ്ചും മടക്കി കൊടുക്കണേ. അപ്പോൾ ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് ഒരു 1.5 ഇഞ്ച് ഇങ്ങനെ മടക്കി വെച്ചിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, വിട്ടു കൊടുക്കുക. അവിടെ സ്റ്റിച്ച് ചെയ്യരുത്. അത് നമുക്ക് അലാസ്റ്റിക് കയറ്റി കൊടുക്കാനുള്ളതാണ്. ആ ഒരു ഭാഗം നമ്മൾ വിട്ടിട്ട് വേണം ബാക്കിയുള്ളത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് ഇലാസ്റ്റിക്കാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇലാസ്റ്റിക് എടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ അരവണ്ണം എന്ന് പറയുന്നത് 30 ഇഞ്ചാണ്. നമ്മൾ 10 ഇഞ്ച് കൂടുതൽ ലൂസിന് വേണ്ടിയിട്ട് ഇട്ടെടുത്തതാണ്. അങ്ങനെയാണ് ഇത് 40 ഇഞ്ച് വന്നത്. അപ്പോൾ ആ 30 ഇഞ്ചിൽ നിന്ന് ഒരു 4-5 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ ഇലാസ്റ്റിക് എടുക്കാൻ. അപ്പം നമ്മുടെ അരവണ്ണത്തിന് കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് ഇതിലൂ നമ്മൾ കുറച്ചൊരു ഒഴിവ് കൊടുത്തിട്ടില്ലേ, അതിലൂടെ കോർത്തെടുക്കുക. പിന്ന് വെച്ചിട്ട് ഇലാസ്റ്റിക് എടുക്കുമ്പോൾ ഒരു 1/2 ഇഞ്ച് കൂട്ടി എടുക്കണേ, നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 2 ഭാഗവും കൂടിയും ചേർത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു 3-4 പ്രാവശ്യമൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുത്ത് ഇനി ആ ഒരു കുറച്ച് ഭാഗം നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിട്ടില്ലേ, അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ആദ്യം. അപ്പോൾ നമ്മളിത് ഇലാസ്റ്റിക്കൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ കൂടെ നമുക്ക് ഇലാസ്റ്റിൻ്റെ മുകളിലൂടെ ആയിട്ട് ഒരു സ്റ്റിച്ച് കൂടി ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ വലിച്ച് വെച്ചിട്ട് വേണേ ഇത് ചെയ്തെടുക്കാൻ, അല്ലാഞ്ഞാൽ ഇലാസ്റ്റിക് ടൈറ്റായി പോകും. നമ്മളത് വലിച്ച് സ്ട്രെയിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇങ്ങനെ ചെയ്തെടുത്താൽ നമുക്ക് ഇലാസ്റ്റിക് ഇങ്ങനെ ചുരുണ്ട് കയറി പോവുകയോ മറിഞ്ഞ് നിൽക്കുകയോ ഒന്നും ചെയ്യൂല. അപ്പോൾ ആ ഒരു സ്റ്റിച്ചും കൂടിയും കഴിഞ്ഞാൽ ഈ ഒരു പാൻറ്റ് പൂർത്തിയായി കിട്ടി. ഏത് നോർമൽ പാൻറ്റ് അടിക്കുകയാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്കൊരു പാൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. യൂണിഫോമിനൊക്കെ യൂണിഫോമിന് നല്ല അല്ലാത്തതിന് ക്ലോത്ത് തികയാതെ വന്നാൽ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയേ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ആവശ്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.